ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു സാറ്റർഡേ ഔട്ടിങ്ങിന് പോവാം. ഔട്ടിംഗ് ആണോ? ഔട്ടിംഗ് അല്ല, ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ സൺഡേയുടെ കടകളൊന്നും തുറക്കില്ല. സോ നമ്മൾ സാറ്റർഡേ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാറ്. നമുക്ക് അപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഈ ഡ്രസ്സ് എനിക്ക് അതിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ഇതാണ് അതിന് തന്ന ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ഞങ്ങൾക്ക് ജസ്റ്റ് ഫ്ലാറ്റ് ഇറങ്ങി ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി, ബസ് കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ ഇറങ്ങും. ഇത്തവണ വീഡിയോ എടുത്തുകൊണ്ട് ഒന്ന് ലേറ്റായി പോയി. ഓക്കെ, നമ്മൾ വന്നപ്പോഴേക്കും ഒരു ബസ് പോയി. സാരമില്ല, അടുത്ത ബസ് പിടിക്കാം. 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വീക്കെൻഡ് ആകുമ്പോഴേക്കും ഈ ബസ് വരുന്നതിൻ്റെ ഡ്യൂറേഷൻ അങ്ങോട്ട് കൂടാറുണ്ട് കേട്ടോ. ഈ 10 മിനിറ്റ് എന്നുള്ളത് 15ഉം 20ഉം അരമണിക്കൂർ വരെയൊക്കെ പോകാറുണ്ട്. പിന്നെ ഈ റൂട്ടിൽ കൂടെ 2 ബസ് ഓടുന്നുണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പും പിന്നെ എല്ലാ സ്ഥലത്തും നിർത്തുന്നത്. അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉള്ള ബസ്സാണേ. അങ്ങനെ ബസ് കിട്ടി ഒരു 10-12 മിനിറ്റുള്ളിൽ നമ്മൾ മെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് സ്പെൻഡാവാണ്. ഇവിടെ നിന്ന് യൂബാൻ എടുത്തിട്ടാണ് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകേണ്ടത്. ഫസ്റ്റ് നമ്മൾ പോകുന്ന വിൽമസ്റ്റോഫിലേക്കാണേ. ഇങ്ങനെ ചെയ്തു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഓർക്കാണ്ട് അനു എന്തെങ്കിലുമൊക്കെ കോക്രി എൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ അതാണ് അവൾ എന്തോ കാണിച്ച് ആ വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞ് സോപ്പിടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോഴേക്കും നമ്മൾ യൂബാൻ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് യൂബാൻ. ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് യൂബാൻ എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഈ ട്രെയിനിൽ കയറിയിട്ട് വേണം നമ്മുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ആക്ച്വലി ജർമ്മനിൽ യൂബാൻ എന്നല്ല ഊബാൻ എന്നാണ് പറയുക. യുവിനെ ഊ ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് വിൽമസ്റ്റോഫ് എന്നാണ്. ഊബാനിൽ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഷോപ്പിംഗ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പം ഞാൻ ഈ പോകുന്നത് ലിഫ്റ്റ് കയറാനായിട്ടാണ് കേട്ടോ. ഏതൊക്കെ സ്റ്റോപ്പിൽ എവിടെയൊക്കെ ലിഫ്റ്റ് ഉണ്ട്, എവിടെയൊക്കെ എസ്കലേറ്റർ ഉണ്ട് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കി വെക്കാറുണ്ട്. നമുക്കിത് അങ്ങോട്ടാണ് പോകേണ്ടത്. ഫസ്റ്റ് ആഷിക്ക് ഫുഡ് കൊടുക്കാൻ പോകണം KFCയിൽ. ദെൻ നമുക്ക് വൂൾവർത്തിൽ കയറാം. ഫുഡ് കൊടുത്തിട്ടാണ് അകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ പോവാം. ഓക്കെ, ആഷിക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യം അനുവിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള വൂൾവർത്ത് എന്നുള്ള ഷോപ്പിലേക്ക് കയറുവാണ്. ഈ ഷോപ്പ് ബേസിക്കലി നാട്ടിലൊരു ദുബായ് മേള ഷോപ്പൊക്കെ ഉണ്ടാവാറില്ലേ, എല്ലാ സാധനവും കിട്ടുന്ന എന്നാൽ ഒരുപാട് കോസ്റ്റ് ഇല്ലാത്തൊരു ഷോപ്പ് എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ കൊച്ചിയിലും ട്രിപ്പോൺട്രിയിലൊക്കെ അതിന് ദുബായ് മേള എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇത് അതുപോലത്തെ ഒരു ഷോപ്പാണ്. ഇവിടെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഡ്രസ്സ്, അടുക്കള ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, പാത്രങ്ങളും എല്ലാം കിട്ടും കേട്ടോ. ഇവിടെ കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ടോയ്സ്, കുട്ടികൾക്ക് സ്കൂളിൽ ഉപയോഗിക്കുന്ന എല്ലാവിധ സാധനങ്ങളും, ഈവൻ ട്രോളി ബാഗ് വരെ ഇവിടെ കിട്ടാറുണ്ട്. മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ കുറച്ച് ചീപ്പായിട്ടാണ് ഇവിടെ കിട്ടുന്നത് ബാക്കിയുള്ള സ്റ്റോറുകളിൽ നിന്ന്. അപ്പോൾ അത് കൂടാണ്ട് ഇവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ 25% ഓഫ് എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ അവരുടെ ഡീല്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗാർഡനിങ്ങിന് പറ്റിയ സാധനങ്ങളും ഫിഷിങ്ങിന് പറ്റിയ സാധനങ്ങളും അങ്ങനെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അറിയില്ല. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. വൂൾവർത്ത് എന്ന് പറഞ്ഞ ഷോപ്പ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം വലിയൊരു വൂൾവർത്താണ്. ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടുത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ട്രോളി ബാഗ് അത്യാവശ്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റൊമേനിയയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്കൊരു ബാഗ് വേണമായിരുന്നു. ഞാൻ അതും കൂടെ ഒന്ന് പ്രൈസ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുന്നതൊക്കെ വലുതായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാബിൻ ബാഗാണ് വേണ്ടത്, വലിയ ബാഗല്ല. വലിയ ട്രോളി ബാഗ് എൻ്റെ അടുത്തുണ്ടല്ലോ, എനിക്ക് ചെറുതില്ല. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് മാത്രം കാണുന്നുണ്ടായില്ല, വലുത് മാത്രമേ കാണുന്നുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ട്രോളി കണ്ടുപിടിക്കട്ടെ. നിങ്ങളപ്പോഴേക്കും ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വാ. ടോയ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാൽ ചീപ്പുമാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇവിടുന്ന് മേടിക്കാറുണ്ട്. അമ്മയ്ക്ക് എന്താണെന്നല്ല, എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞി പാവകളൊക്കെ ഭയങ്കര ഇഷ്ടം. സോ ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രോളി ബാഗ് കണ്ടുപിടിച്ചിട്ടോ. 40 യൂറോ ആണ് പ്രൈസ്. അടുത്ത മാസം വന്ന് വാങ്ങാം. ഇന്ന് അതിന് കൂടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവൾക്കൊരു ചെരുപ്പ് വേണം. ഞാനൊക്കെ പൊതുവേ പുറത്തിറങ്ങുമ്പോൾ ഷൂ മാത്രമാണ് യൂസ് ചെയ്യാറ്. അതിന് കുറച്ചുകൂടെ ചെരുപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അവൾക്ക് ചെരുപ്പ് നോക്കണമായിരുന്നു, പക്ഷേ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. നെക്സ്റ്റ് നമ്മൾ ലഞ്ച് ബോക്സ് നോക്കാൻ വേണ്ടി പോവുകയാണ്.
ഞാനായാലും ആഷി ആയാലും ഇപ്പോൾ വർക്കിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടാണ് പോകാറ്. വർക്ക് സ്പേസിൽ നിന്ന് കഴിച്ച് നമ്മൾ ശരിക്കും മടുത്തു, അതുകൊണ്ടാണ് എടുത്തിട്ട് പോകുന്നത്. സോ നമ്മളതിന് നല്ലൊരു ലഞ്ച് ബോക്സ് മേടിക്കാമെന്ന് ഓർത്തു. എനിക്കും ആഷിക്കും മേടിക്കുന്നുണ്ട്. നോർമൽ ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലൊന്നും വലിയ സ്പേസ് ഇല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സോ ഇത് ഞങ്ങൾ 2 എടുത്തു. അടുത്തതായിട്ട് വേണ്ടത് 2 കോഫി കപ്പാണ്. എൻ്റെയും ആഷിയുടെയും കപ്പ് ഓൾമോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും, ഞങ്ങളെപ്പോഴും ഒന്നിച്ചാണ് മേടിക്കാറ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കയ്യിലുള്ള കപ്പിൻ്റെ ഉള്ളിൽ വിള്ളൽ വീണിട്ടുണ്ട്. എപ്പോഴാണ് ഞങ്ങൾ പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഒരു അപകടം ഒഴിവാക്കാനായിട്ട് ആ ഗ്ലാസ് അങ്ങോട്ട് മാറ്റിയേക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്തു. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഏതെടുക്കണം എന്ന് ആലോചിച്ച് പലതും ഞാൻ എടുത്തിങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. പക്ഷേ ഈ ഒരു കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളർ ചേഞ്ചും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കളർ ചെയിൻ തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ ഞാൻ അനുവിനൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇന്ന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മേടിക്കാന്നുള്ളത്. അനുവിനൊരു കോഫി കപ്പ് തന്നെ മതി എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ 3 പേരും 3 കളറായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 2 കളർ കിട്ടി, ഒരെണ്ണം കൂടെ തപ്പിക്കൊണ്ടിരിക്കുക. ഈ 3 കളർ കിട്ടി. കപ്പൊക്കെ മേടിച്ച് നമ്മൾ ബില്ല് ചെയ്ത് അടുത്ത ഷോപ്പിലേക്ക് പോയിട്ടുണ്ടോ. ഈ ഷോപ്പിൻ്റെ പേര് നിങ്ങൾ വായിച്ചോളൂ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങളൊരു ഫേസ് വാഷ് മേടിച്ചു, പിന്നെ കുടിക്കാൻ ഒരു ഡ്രിങ്കും എടുത്തു. പിന്നെ നേരത്തെ ഷോപ്പിൽ നിന്ന് അനു 2 ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കഴിക്കട്ടെ. അപ്പോൾ വിൽമർ സ്റ്റോപ്പിൽ വന്നിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ സുവോളേഷ ഗാർഡനിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒരു 5 സ്റ്റോപ്പിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെട്ടെന്നൊരു മനംമാറ്റം, ഒന്ന് റിസയിൽ പോയിട്ട് വരാം. റിസ നാട്ടിലെ ഒരു ചിക്കൻ പോലത്തേക്ക് ഒരു ഷോപ്പാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കനും ഗ്രിൽഡ് ചിക്കനും ഇവിടെ കിട്ടും. ഗ്രിൽഡ് ചിക്കനാണ് കുറച്ചുകൂടെ ഫേമസ്, എനിക്കതാണ് ഇഷ്ടം. ഡയറ്റ് കുട്ടി ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നേരെ നമുക്ക് പ്രിമാർക്കിലേക്ക് പോകണം. പ്രിമാർക്കെന്നും പ്രൈമാർക്കെന്നും പറയാറുണ്ട്. ഇവിടെ ഞങ്ങൾ അനുവിന് ചെരുപ്പ് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. അനുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇത്രയും ചെരുപ്പ് തൂക്കി പിടിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. ശരിക്കും മീനൊക്കെ നാട്ടിൽ തൂക്കി പിടിച്ചോണ്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നോക്കി കുട്ടിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ ഒരു ഫ്രോക്ക് എടുത്തതാണ്, പക്ഷെ ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് തിരിച്ചു വെക്കാൻ പോവാം. ഒന്നും കിട്ടിയില്ല, പോയാലോ അനു? അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. അതിന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. ഒരുപാട് ദൂരത്ത് പോയി നമ്മളങ്ങനെ ഗ്രോസറി മേടിക്കാറില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് സ്പീഡ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, 6 എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ഇന്ന് ബസ്സാണ് ചൂസ് ചെയ്തത്. ബസ്സിൽ പോകാമെന്ന് ഓർത്തു, കാഴ്ചയൊക്കെ കണ്ടു പോകാമല്ലോ. ഒരു 35 to 40 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ അങ്ങനെ തിരിച്ച് സ്പെൻഡൌവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യം വന്ന് ഇറങ്ങിയത്. ഇനി ഇവിടെ നമുക്ക് 2-3 കടകളിൽ കയറിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ടർക്കിഷ് ഷോപ്പിലാണ് കയറിയിരിക്കണം. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മന്തി ഉണ്ടാക്കിയാലോ എന്ന് ചെറിയൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് മന്തി റൈസും മേടിക്കണമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് റൈസ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസ് ഇതാണ് മന്തി ഉണ്ടാക്കാനായിട്ട്. സോ ഞാൻ ഇതാണ് മന്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റൈസ്. അങ്ങനെ അത് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. ഇനി പോകുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കാണ്. ഇനി കൂടുതൽ കറങ്ങാനൊന്നും ഞങ്ങൾക്ക് വയ്യ. അപ്പോൾ ആ ടർക്കിഷ് ഷോപ്പിൽ നിന്നൊരു ഡ്രിങ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ടയേർഡായി ഗായ്സ്, ശരിക്കും ടയേർഡായി. കുറേ കടയിൽ പോയതുകൊണ്ട് ഭയങ്കര ടയേർഡായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നോ അത് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും അല്ലേ അനു? ഇനി വയ്യ, ഇനി ഒട്ടും വയ്യ. അപ്പോൾ ഈ ഷോപ്പിൽ കയറി കുറച്ച് ഗ്രോസറീസ് മേടിച്ചിട്ട് നമ്മൾ നിർത്തുവാണ്. എല്ലാ സാറ്റർഡേയ്സും നമ്മുടെ ഇതുപോലെ അല്ല കേട്ടോ, അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വർക്ക് കാരണം ഇടദിവസമൊന്നും പോകാൻ പറ്റാറില്ല. സൺഡേ ആണെങ്കിൽ ഇവിടെ കടകളും ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് സാറ്റർഡേ ഇറങ്ങാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു സാറ്റർഡേ കഴിഞ്ഞു പോയത്. ചില സമയത്ത് എനിക്ക് വർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ ഗായ്സ്.